ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളതല്ല ഒരു പ്രധാനപ്പെട്ട ചോദ്യം പലർക്കും. ഏറ്റവും വലിയ ചോദ്യം അതാണ്. BJP എത്ര സീറ്റ് നേടും എന്നുള്ളതാണ്. അതോ സംപൂജ്യരായി തുടരുമോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ മിസ്റ്റർ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് BJPക്ക് ഒരു വലിയ ചുവടുവയ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ വലിയ പതനത്തിലേക്കായിരിക്കും പോവുക. തീർച്ചയായിട്ടും. അപ്പം എന്തായിരിക്കും? എൻ്റെ കണക്കുകൂട്ടൽ BJP ഇത്തവണ അവർ പറയുന്ന 35ഓളം A+ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം അവർ നടത്തും. അതിലൊരു 10ഓ 10-അടുപ്പിച്ചോ സീറ്റുകളിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. അതിൽ കൂടിയാലും സാധ്യത കൽപ്പിക്കേണ്ടതാണ്. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാലേ അത് പറയാൻ പറ്റുള്ളൂ എന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഞാനൊരു 10 സീറ്റിൽ അത് നിജപ്പെടുത്തിയാൽ പോലും ബാക്കി വരുന്ന 25 സീറ്റിൽ അവർ 2ാം സ്ഥാനത്ത് വരുന്നത് എത്ര എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 10 സീറ്റിൽ അടുപ്പിച്ച് ഒന്നാം സ്ഥാനത്ത് വരികയും 10 സീറ്റിനടുപ്പിച്ച് 2ാം സ്ഥാനത്ത് വരികയും ചെയ്താൽ പോലും കേരള രാഷ്ട്രീയം ആകെ മാറിമറിയും. കേരളത്തിൽ ഇന്ന് നിൽക്കുന്ന LDF UDF സംവിധാനം തന്നെ ചിലപ്പോൾ തിരുത്തി എഴുതേണ്ടി വരും. ആ വിധത്തിലേക്കാണ് ഈ ഇലക്ഷൻ പോകുന്നത്. പ്രധാന കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങൾ, ഇവിടെ നല്ല സ്ഥാനാർത്ഥികൾ, സുരേന്ദ്രൻ അടക്കം ഇപ്പോൾ തന്നെ മഞ്ചേശ്വരത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്നത് നാളെ അറിയാം സ്ഥാനാർത്ഥികളുടെ. അതുപോലെ തന്നെ പാലക്കാട്, മലമ്പുഴ. അപ്പോൾ ഇവിടെ ശോഭാ സുരേന്ദ്രനായിരിക്കും പാലക്കാട് എന്ന് പറയുന്നുണ്ട്. അവിടെ വളരെ വിജയസാധ്യതയുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ മലമ്പുഴയിൽ കൃഷ്ണകുമാർ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. കൃഷ്ണകുമാറും മലമ്പുഴയിൽ നിന്ന് വിജയസാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ കോഴിക്കോട് 1-2 സീറ്റുകൾ പ്രധാനപ്പെട്ടതാണ്. അതിൽ കോഴിക്കോട് സൗത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. MT രമേശൊക്കെ അവിടെ നിന്ന് നല്ല ലീഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അത് കഴിഞ്ഞാൽ തൃശ്ശൂർ, കൊടുങ്ങല്ലൂരും തൃശ്ശൂരും നമ്മുടെ പണ്ടത്തെ പോലല്ല, പിക്ചർ വളരെ മാറിമറിയുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ തൃപ്പൂണിത്തറ, ഇപ്പോൾ 2020 കുന്നത്തുനാട് ഒരുപാടുള്ളൊരു സഖ്യത്തിലൂടെ പിന്നെ അങ്ങനെ വരുമ്പോൾ എറണാകുളത്ത് തന്നെ 2-3 സീറ്റുകൾ പ്രധാനമായിട്ട് വരാവുന്നതാണ്. പിന്നെ വരാവുന്നത് കോട്ടയത്ത് പാല, മൂവാറ്റുപുഴ, പാല, കാഞ്ഞിരപ്പള്ളി, അതുപോലെ തന്നെ PC ജോർജ് മത്സരിക്കുന്ന പൂഞ്ഞാർ. ഈ 3 മണ്ഡലങ്ങളിൽ ടൈറ്റ് ഫൈറ്റാണ്. ഇതിൽ പൂഞ്ഞാർ 40,000 വോട്ട് വരെ PC ജോർജിന് കിട്ടിക്കൊണ്ടിരുന്നതാണ് സ്വതന്ത്രനായിട്ട് നിന്ന് നിൽക്കുമ്പോൾ പോലും. 26-ൽ സ്വതന്ത്രമായിട്ടാണല്ലോ അങ്ങനെയാണ് 16 അന്ന് 26,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. അപ്പോൾ അതൊക്കെ 58-60 വരെ വരുന്നതാണ്. പക്ഷെ അത്രയൊന്നും ഇല്ല. 40,000 വോട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നതാണ്. 10-15,000 വോട്ട് BJPക്ക് എപ്പോഴും അവിടെ ഉള്ളതാണ്. അത് രണ്ടും ചേർന്നാൽ തന്നെ അദ്ദേഹത്തിന് വിജയത്തിന് വളരെ സാധ്യതയാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ ഈ 3 പാലായിൽ ഷോൺ ജോർജിൻ്റേത് എങ്ങനെയാണ് ത്രികോണ മത്സരം ടേൺ ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ കാര്യം പറയാനൊക്കൂ. ഷോൺ ജോർജിനും അവിടെ വലിയ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് കോട്ടയത്ത് കടുത്തുരുത്തി, ആരും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമാണ്. കടുത്തുരുത്തി എന്ന് പറയുന്നത് മോൻസി ജോസഫിൻ്റെ കേരള കോൺഗ്രസിൻ്റെ ഒരു ഈറ്റില്ലമായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ഇത്തവണ നമ്മുടെ 2020 സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അവിടെയും ചില അട്ടിമറികൾക്കുള്ള സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് കോട്ടയത്ത് ഇങ്ങോട്ട് വരുമ്പോൾ കോന്നിയാണ്, പത്തനംതിട്ട. അതുപോലെ തന്നെ കോട്ടയത്തെ തിരുവല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ചെങ്ങന്നൂർ, സന്ദീപ് വചസ്പതിയൊക്കെ ആയിരിക്കും ഇവിടെ സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത്. ചെങ്ങന്നൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരികയാണ്. ചെങ്ങന്നൂർ ഇമ്പോർട്ടൻ്റ് ആകുന്നതിനോടൊപ്പം ഇന്ന് ആലപ്പുഴ ജില്ലയിലെ കായംകുളം, ചേർത്തല, അരൂര്, അമ്പലപ്പുഴ ഈ മണ്ഡലങ്ങളിലൊക്കെ ഇതുപോലത്തെ, ഇത് മാത്രമല്ല ഒരു 6-7 മണ്ഡലങ്ങളിൽ, ഇപ്പോൾ കുട്ടനാടാണെങ്കിലും ഒക്കെ SDP-യുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിൽ വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിഭാഗം താഴെത്തട്ടിലുള്ള പ്രവർത്തകർ BJPയിലും
പിന്നെ NDAയിലും ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അറിവ്. ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടായില്ലെങ്കിലും, ചെങ്ങന്നൂർ അതുപോലെ ഉറപ്പ് പറയുന്ന ഒരു സ്ഥലമാണ്, ഒരുപാട് വിജയങ്ങൾ ഉണ്ടായില്ലെങ്കിലും പലയിടത്തും 2ാം സ്ഥാനത്ത് വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ 10-16 സീറ്റുകൾ എന്ന് പറയുന്നത് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചാത്തന്നൂർ അതുപോലെ പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ കൊല്ലം ജില്ലയിൽ കൊല്ലം അടക്കമുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും 2ാമത് എത്താനോ 1ാമതെത്താനോ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പാലക്കാട് നമ്മൾ പറയാൻ വിട്ടുപോയി. പാലക്കാട് ഞാൻ പറഞ്ഞു, പാലക്കാട് മലപ്പുറം പറഞ്ഞല്ലോ, കൃഷ്ണകുമാറിന്റെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 10-18 സീറ്റുകൾ ഇപ്പൊ തന്നെ ആയില്ലേ. പിന്നെ തിരുവനന്തപുരത്തോട്ട് വരുമ്പോൾ തിരുവനന്തപുരമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ 3 സീറ്റുകൾ എന്ന് പറയുന്നത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഏതാണ്ട് വിജയസാധ്യത ഉള്ളതായിട്ട് തന്നെയാണ് BJPയുടെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും അവർ ഉറപ്പ് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് നാളത്തെ വോട്ടിംഗ് പാറ്റേണുകൾ വെച്ചും ഇപ്പോൾ ആ സ്ഥാനാർത്ഥികൾ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥിരപ്രതിഷ്ഠ നേടുന്ന ഒരു ബന്ധം കൊണ്ടും ഒക്കെ രാജീവ് ചന്ദ്രശേഖരായാലും V മുരളീധരനായാലും ശ്രീലേഖ ആയാലും ഒക്കെ ആ മണ്ഡലങ്ങളോടുമായി ഇഴുകിച്ചേർന്ന് പെട്ടെന്ന് താതാത്മ്യം പ്രാപിക്കുന്നു. അവർക്ക് മണ്ഡലത്തിലൊരു ഷേ ഇപ്പം തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അതിശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു 3 മണ്ഡലം, അതായത് ഇനിയൊന്നുണ്ട് അല്ല, ഇത് ഇവിടെ കുറച്ചുകൂടെ പ്രധാനപ്പെട്ട കാട്ടാക്കടയും വേണമെങ്കിൽ വിജയിക്കാവുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചിറയൻകീഴ് ഇത്തവണ നമ്മുടെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് മത്സരിക്കാൻ ഏതാണ്ട് കേന്ദ്രം സമ്മതിച്ചിരിക്കുന്ന ലക്ഷണമാണ് പറയുന്നത്. ആശാനാഥ് അവിടെ കഴിഞ്ഞ തവണയും നല്ല ലീഡ് നേടി, നല്ല രീതിയിൽ മുന്നോട്ട് വന്നതാണ്. ആശാനാഥിന് അവിടെ ഇത്തവണ വലിയ ഒരു സ്കോർ നടത്താൻ കഴിയും എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു 30-35 മണ്ഡലങ്ങളിൽ 1ാമതോ 2ാമതോ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന ഇതായിട്ടുണ്ട്. ഞാൻ അത്രയൊന്നും കൂട്ടുന്നില്ല. ഞാൻ പറയുന്ന ഒരു 10 മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ തന്നെ അത് വലിയൊരു ഇതായിരിക്കും. ഇപ്പോൾ പിന്നെ 2020 ഞാൻ പറഞ്ഞില്ലേ, കുന്നത്തുനാട്, പിന്നെ അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയൊക്കെ അവർക്ക് നല്ല ഹോൾഡറാണ്. കടുത്തുരുത്തി ഇവിടെയൊക്കെ അവർക്ക് ഹോൾഡറുള്ള സ്ഥലങ്ങളാണ്. അതുപോലുള്ള സ്ഥലങ്ങൾ, പിന്നെ പാല, ആ ബെൽറ്റ്, പിന്നെ ഇങ്ങനെ വരുന്നിടത്തൊക്കെ 2020 വലിയ സ്കോപ്പുണ്ട്. അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സ്കോപ്പ്, അവരുടെ സ്ഥാനാർത്ഥി വരുന്നതിൻ്റെ സ്കോപ്പ്, അത് വേറൊന്ന്. പിന്നെ കൊല്ലം, ആലപ്പുഴ, പിന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, ബാക്കി മണ്ഡലങ്ങൾ ജയിക്കുമെന്ന് പറയുന്നത് അല്ലാത്ത മണ്ഡലങ്ങളിലും അവർ നിർണായകമായിട്ടുള്ള വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ 35 ഞാൻ വിടുന്നു. ഞാൻ 20 വെച്ച് പറഞ്ഞാൽ പോലും 10 മണ്ഡലങ്ങളിൽ NDA വിജയിക്കുകയും 10 മണ്ഡലങ്ങളിൽ ഇവർ 2ാമത് വരികയും ചെയ്താൽ തന്നെ കേരളത്തിൻ്റെ അന്തരീക്ഷം മാറി, പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ മാറി. 2ാം സ്ഥാനത്ത് വരുന്നതിന് എന്താണ് പ്രസക്തി എന്ന് ചിലർ ചോദിക്കാറുണ്ട്. 2ാം സ്ഥാനത്ത് വരുന്നതിന് പ്രസക്തിയുണ്ട്. കാരണം BJP 2ാം സ്ഥാനത്ത് 10 മണ്ഡലങ്ങളിൽ വരികയാണെങ്കിൽ ആ 10 മണ്ഡലങ്ങളിൽ ഹിന്ദു വോട്ടുകൾ ആരിൽ നിന്ന് കൂടുതൽ വന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൽ നിന്നാണ് കൂടുതൽ വന്നതെങ്കിൽ കോൺഗ്രസ് 3ാമത് പോകും. CPM-ൽ നിന്നാണ്, അല്ലെങ്കിൽ പിന്നെ ഇടതുമുന്നണിയിൽ നിന്നാണ് കൂടുതൽ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ BJPക്ക് പോയിരിക്കുന്നതെങ്കിൽ ഇടതുമുന്നണി 3ാമതാവും. അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റും? 10ഓളം മണ്ഡലങ്ങളിൽ ഇടതാണോ വലതാണോ ലീഡ് എന്നുള്ളത്, ഇവർ 2ാമതാകുമ്പോൾ വരുന്ന പിക്ചറാണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ പ്രധാനമാണ്. ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇപ്പോൾ പറയുന്ന 58ഉം 80ഉം എന്നൊക്കെ പറയുന്ന പിക്ചറെ മാറിയിട്ട് ചിലപ്പോൾ 65, 60 എന്നൊക്കെയുള്ള നിലയിൽ നിൽക്കുമ്പോൾ NDAക്ക് വലിയ പ്രാധാന്യം വരികയാണ്. ഇത്തവണ വേറൊരു പ്രത്യേകത ഞാൻ കാണുന്നത്, ആ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ അറിയാമോ? ഇവരില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവർ നിശ്ചയിക്കുന്നവർ, അല്ലെങ്കിൽ ഇവർ മൗനം പാലിക്കുന്നവർക്ക് മാത്രമേ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരാൻ പോവുകയാണ്. അല്ല, ഞാൻ കാണുന്ന വേറൊരു പ്രത്യേകത, കോട്ടയം ജില്ലയിലെ 3 മണ്ഡലങ്ങൾ വലിയ മത്സരം നടക്കും, അതിശക്തമായിട്ടുള്ള. അവിടെ BJP പരാജയപ്പെട്ടാൽ പോലും 2ാം സ്ഥാനത്ത് ഉറപ്പാണ്. പൂഞ്ഞാറ്, പാല, കാഞ്ഞിരപ്പള്ളി, പാല 3 സ്ഥലങ്ങൾ. ആ 3 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നാൽ പോലും പിക്ചർ ആകും. ഇത് മാത്രമല്ല, ജോസ് കെ മാണി 3ാം സ്ഥാനത്തേക്ക്. ഇത് മാത്രമല്ല, ആലപ്പുഴ ജില്ലയിൽ ഇതുപോലത്തെ മണ്ഡലങ്ങളല്ലേ ഞാൻ പറഞ്ഞില്ലേ, കായംകുളം, ഒരു സംശയമില്ല 2ാം സ്ഥാനത്തുണ്ട്. ഹരിപ്പാട് അതേപോലെ നിൽക്കുന്ന സ്ഥലമാണ്. മാവേലിക്കര അതുപോലെ നിൽക്കുന്ന സ്ഥലമാണ്. എന്തിന്, അരൂർ വരെ, കുട്ടനാട് വരെ. കുട്ടനാട് ശരിക്കും പറഞ്ഞാൽ വിജയസാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇദ്ദേഹം മത്സരിക്കുകയാണ്, വെള്ളാപ്പള്ളിയുടെ പുത്രൻ
പിന്നെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയാണെങ്കിൽ അവിടെ വിജയസാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 1ഉം 2ഉം സ്ഥാനത്ത് വരുന്നാൽ തന്നെ അത് വലിയ മാറ്റങ്ങളാകും. ആലപ്പുഴയിൽ പല സ്ഥലത്തും 1ാം സ്ഥാനത്ത് വരണമെന്നില്ല, പക്ഷേ 2ാം സ്ഥാനത്ത് എത്തുന്ന സ്ഥലങ്ങൾ വളരെ കൂടുതലാണ്. ചെങ്ങന്നൂർ പക്ഷേ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. സന്ദീപ് വചസ്പതിയാണെങ്കിൽ ചെങ്ങന്നൂർ വിജയത്തിന് സാധ്യതയുണ്ട്, തിരുവല്ലയിൽ വിജയസാധ്യതയുണ്ട്. അവിടെ അനൂപ് 10 മണ്ഡലങ്ങൾ കാണുന്നുണ്ടല്ലേ? 10 മണ്ഡലങ്ങളിൽ വിജയസാധ്യത വളരെ വ്യക്തമാണ് എന്നാണ് വിലയിരുത്തൽ. അതിൽ എത്രത്തോളം കൂട്ടാമെന്നുള്ളതിന് അവർ നോക്കുന്നത് ചില വിസ്മയമൊന്നും അവർ പറയുന്നില്ലെങ്കിലും വിസ്മയത്തിനേക്കാൾ വലിയ ഒരു പ്രത്യേകതയുള്ള ഒരു അതിവിസ്മയം ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ചില സ്ഥാനാർത്ഥികളിൽ നിന്നുണ്ടാകുമെന്നുള്ളതാണ് കേൾക്കുന്നത്. അതുണ്ടായാൽ തീർച്ചയായിട്ടും കൂടുതൽ സീറ്റുകൾക്ക് സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഈ കുറഞ്ഞ സീറ്റുകളിൽ വെച്ച് പോലും കേരളത്തിൻ്റെ പൊളിറ്റിക്സിന് വിധി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാവും. ഇത് കൂടെ കഴിഞ്ഞാൽ NDAയിൽ ഘടകകക്ഷികളാകാൻ ചിലപ്പോൾ LDFിൽ നിന്ന് UDFിൽ നിന്ന് പോലും പലരും മത്സരിക്കുന്ന ഒരു സാഹചര്യവും കൂടെ ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ടേണിംഗ് പോയിൻ്റാണ്. 2026 എന്ന് പറയുന്നത് NDA നയിക്കുന്ന മുന്നണിക്ക് ഒരു ടേണിംഗ് പോയിൻ്റാണ്. അത് കേരള രാഷ്ട്രീയത്തിന് ഒരു ടേണിംഗ് പോയിൻ്റാണ്. കാരണം LDFിൽ നിന്നും UDFിൽ നിന്നും ഏതൊക്കെ ഘടകകക്ഷികൾ ചിലപ്പോൾ ഇവരോട് കൂടാമെന്നും വോട്ടുകൾ ഇവരോടൊപ്പം കൂടാമെന്നും എന്നുള്ളത് ഒരു നിർണായകമായി വരും. അതുകൊണ്ട് ഈ ഇലക്ഷൻ BJP നയിക്കും, BJP നിശ്ചയിക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.